Hi, hello, namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ വാട്സ്ആപ്പ് പേയ്മെന്റുമായിട്ട് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. ഓൾമോസ്റ്റ് 5000ന് മുകളിൽ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ട് വാട്സ്ആപ്പ് പേയ്മെന്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വാട്സ്ആപ്പ് പേയ്മെൻറ്റ്സ് ഇനേബിൾഡ് ആയിട്ടില്ലായിരുന്നു. കറൻ്റ്ലി എനിക്കിപ്പോൾ വാട്സ്ആപ്പ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാട്സ്ആപ്പ് പേയ്മെൻറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സ്ആപ്പ് പേയ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. എത്ര പേരെ വരെ ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വാട്സ്ആപ്പ് പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം സൈഡിൽ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ കുറച്ച് ബാങ്ക് അക്കൗണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിം വെരിഫിക്കേഷനാണ്. വെരിഫൈ സിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സിം കാർഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സിം കാർഡ് ഏതാണോ ആ ഒരു സിം കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു 1.5 രൂപയ്ക്ക് മുകളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് സക്സസ് ആയിട്ട് നടത്താൻ സാധിക്കത്തുള്ളൂ. അതായത് SMS പാക്ക് പോരാ, നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവണം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മളുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ UPI പിന്ന് ഓൾറെഡി ഉള്ളവർക്ക് പുതിയതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട. UPI പിൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി വരും. സെറ്റപ്പ് UPI പിൻ എന്നൊരു ഓപ്ഷൻ കൂടെ വരും. അവിടെ നിങ്ങളൊരു നിങ്ങളുടെ ATMനൊക്കെ അടിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു പാസ്വേഡ് പോലെ ചോദിക്കും. ആ ഒരു പാസ്വേഡാണ് UPI പിൻ എന്ന് പറയുന്നത്. ആ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്കൊരു ആൾക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വാട്സപ്പ് വഴി ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കാണോ വാട്സപ്പ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അവരുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവർക്ക് വാട്സപ്പ് പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു താഴെ ഒരു പിൻ ബട്ടൺ ഉണ്ടല്ലോ, ആ പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ജസ്റ്റ് നോട്ടിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പേയ്മെൻറ്റ്സ് ഓപ്ഷൻ എനേബിളായി വരുന്നതാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എനേബിളായി വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ആ പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എത്ര എമൗണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നമ്മുടെ UPI പിൻ അടിക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് UPI പിൻ അടിക്കുക, സെൻഡ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് വാട്സപ്പ് പേയ്മെൻറ്റ്സ് വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചോദിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.